ആളുകളുമായിട്ട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയേക്കും. പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് സംസാരിക്കേണ്ടി വരുമ്പോൾ എത്ര നേരം അത് പറ്റും എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രസംഗം പോലെ അല്ലെങ്കിൽ ഒരു പരിപാടിയായിട്ട് വരുന്നത്. ചർച്ചകളിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നു. അപ്പം അതുകൊണ്ട് ചിലപ്പം ഇതിൻ്റെ പോക്കിനിടയിൽ ഇടയ്ക്ക് ഞാനൊന്ന് നിന്ന് പോയേക്കാം. അപ്പം അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ക്ഷമിക്കുക സാധിക്കും. ഞാൻ ബേസിക്കായിട്ട് റീൽസിനെ കുറിച്ചും അല്ലെങ്കിൽ സിനിമയിലെ അതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ചും ബേസിക്കായിട്ടൊന്ന് സംസാരിക്കുകയും പിന്നീട് ഞാൻ ചെയ്തിട്ടുള്ള 3 സിനിമകളിലൂടെയും ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെയും എങ്ങനെയാണ് റിയലിസം ഞാൻ സാധ്യമാക്കിയത് എന്നതിനെക്കുറിച്ചും സംസാരിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. റിയലിസത്തെ കുറിച്ച് ഒരുപക്ഷെ എന്നേക്കാളും ആധികാരികമായിട്ട് അറിയാവുന്ന ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാനതുകൊണ്ട് പക്ഷെ എന്നാലും ചില ആളുകൾക്കെങ്കിലും പുതുതായിട്ട് ഉള്ളൊരു സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് റിയലിസത്തിൻ്റെ ചരിത്രം വെറുതെ ഒന്ന് വളരെ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോവാം. എന്നിട്ട് നമുക്ക് പോയിന്റിലേക്ക് വരാം. ഫ്രാൻസിൽ 1940കളിലാണ് റിയലിസം എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആരംഭിക്കുന്നത്. 1840കളിൽ ആദ്യത്തെ ആർട്ടിലായിരുന്നു റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയത്. വരകളിൽ പെട്ടെന്ന് സാധാരണ ആളുകളുടെ ജീവിതം വരാൻ തുടങ്ങി. ഭയങ്കര കളർ സ്കീമുകളൊക്കെ ഭയങ്കര എർത്തിയായി തുടങ്ങി. അത് പെട്ടെന്ന് തന്നെ ആർട്ടിൽ നിന്ന് സാഹിത്യത്തിലേക്ക് പെട്ടെന്ന് മാറുന്നുണ്ട്. സാഹിത്യത്തിലും റിയലിസം ഭയങ്കര ആക്റ്റീവായി തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നാടകത്തിലേക്ക് റിയലിസം കടന്നു വരുന്നത്. നാടകത്തിലേക്ക് വരുമ്പം എഴുത്തിലാണ് ആദ്യം. ഈ സാഹിത്യത്തിൽ റിയലിസം വന്നു തുടങ്ങുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എഴുത്തിലേക്ക് റിയലിസം വരുന്നു. എഴുത്തിൽ നിന്ന് നാടകത്തിൻ്റെ എഴുത്തിലേക്ക്, നാടകരചനയിലേക്കാണ് റിയലിസം കാര്യമായിട്ട് വരുന്നത്. അപ്പം ആ സമയത്ത് ഇബ്സനെയൊക്കെ പോലെയുള്ള റൈറ്റേഴ്സ് അവരുടെ നാടകങ്ങളിൽ ഭയങ്കര സാധാരണക്കാരുടെ പ്രശ്നങ്ങളും ജീവിതങ്ങളും ഒക്കെ പ്രമേയമാക്കി തുടങ്ങുന്നു. ഇപ്പം എ ഡോൾ ഹൗസ്, ഗോസ്റ്റ്, ഇതൊക്കെ ആ ടൈപ്പിലുള്ള നാടകങ്ങളാണ്. അപ്പം ഇത്തരം നാടകങ്ങൾ എഴുതപ്പെടുന്നതോടുകൂടി ഈ നാടകങ്ങൾ അവതരിപ്പിക്കേണ്ടി വന്നപ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അവതരണ ശൈലി ഫോളോ ചെയ്യേണ്ടി വരികയാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള അവതരണ ശൈലി, റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയം വേണ്ടി വരുന്നു. കാരണം ഇവരെഴുതുന്ന ഡയലോഗുകളൊക്കെ വളരെ സാധാരണമായിട്ടുള്ള ഡയലോഗുകളാണ്. അപ്പോൾ ആ ഡയലോഗുകളൊക്കെ അതിസാധാരണമായിട്ട് ആക്ടേഴ്സിന് പ്രസന്റ് ചെയ്യേണ്ടി വരുന്നു. അല്ലെങ്കിൽ അത് രംഗത്ത് അവതരിപ്പിക്കുമ്പം അങ്ങനത്തെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ അത് കോസ്റ്റ്യൂമിലായാലും മേക്കപ്പിലായാലും ഒക്കെ അങ്ങനത്തെ ഭയങ്കര അതിസാധാരണത്വം കടന്നു വരുന്നു. അങ്ങനെ ഇത്തരം നാടകങ്ങളുടെ അവതരണത്തോടുകൂടിയാണ് ശരിക്കും നാടകത്തിലേക്ക് റിയലിസം കടന്നു വരുന്നത്. അപ്പം ഇത്തരം നാടകങ്ങൾ ശരിക്കും യൂറോപ്പിൽ ഭയങ്കര സ്വീകാര്യതയാണ് ഉണ്ടായത്. അതുവരെ ഉണ്ടായിരുന്ന നാടക സങ്കല്പങ്ങളെ ഇതങ്ങ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ജനപ്രിയമായി. ആളുകൾക്ക് അവരുടെ റിയൽ ലൈഫുമായിട്ട് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ റിഫ്ലക്ഷൻ, അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അവർക്ക് അതുമായിട്ട് കൂടുതൽ കണക്ട് ആവുകയും അത് നാടകത്തിന്റെ ജനപ്രീതി മൊത്തത്തിൽ റിയലിസ്റ്റിക് നാടകങ്ങൾ അങ്ങനെ ഒരു ജനപ്രീതി യൂറോപ്പിൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ഇങ്ങനെ എന്താ പറയുക, ഈ അതുവരെ ഉണ്ടായിരുന്ന അമിത അഭിനയ ശൈലിയിൽ നിന്ന് സ്റ്റൈലൈസ്ഡ് ആക്ടിങ്ങിന് ഒരു രീതി വിടും. ആൾക്കാർ ഇങ്ങനെ കുറച്ചും കൂടെ കഥാപാത്രമായിട്ട് ജീവിക്കുക തുടങ്ങിയ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പ്രകടനങ്ങൾ വന്നു തുടങ്ങുന്നു. ഈ പറയുന്ന കോസ്റ്റ്യൂമും മേക്കപ്പും എല്ലാം, രംഗപടങ്ങൾ എല്ലാ സെറ്റിങ്ങിലും ആ റിയലിസം കടന്നു വരാൻ തുടങ്ങി. ഇതിന് ഭയങ്കര റീച്ച് കിട്ടുന്നു യൂറോപ്പില് ഒക്കെ. ഇത് ഒരു പരിധിവരെ ഇത്തരം നാടകങ്ങൾ നമ്മുടെ ഇബ്സന്റെ ചെക്കോവിന്റെ ഒക്കെ നാടകങ്ങളാണ് ആ സമയത്ത് മോസ്കോ തിയേറ്ററിന്റെ ഡയറക്ടറായിരുന്ന സ്റ്റാനിസ്ലോവിസ്കിനെ
അങ്ങനെ ഒരു ആക്ടിങ്ങിന് ഒരു പാഠ്യപദ്ധതി ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹം മെത്തേഡ് ആക്ടിങ് എന്ന് പറയുന്ന പാഠ്യപദ്ധതിയായിട്ട് മുമ്പോട്ടേക്ക് വരുന്നു. അത് ഈ രംഗത്ത് അവതരിപ്പിക്കപ്പെട്ട ഈ നാടകങ്ങളുടെ റിയലിസ്റ്റിക് പെർഫോമൻസുകളെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പദ്ധതി രൂപപ്പെടുത്തുന്നത്. ഒരു പരിധിവരെ നമ്മൾ ഇനി മുമ്പോട്ടേക്ക് മലയാള സിനിമയിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്നാലും നമ്മൾ ഇപ്പോഴും മലയാള സിനിമയിലൊക്കെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റാനിസ്ലോവ്സ്കിയുടെ മാജിക് കീഫ് അല്ലെങ്കിൽ ഇമോഷണൽ മെമ്മറി പോലുള്ള സങ്കേതങ്ങൾ തന്നെയാണ് ഇപ്പോഴും റിയലിസ്റ്റിക് പ്രകടനങ്ങൾക്ക് നാടകത്തിനും അല്ലെങ്കിൽ സിനിമയിലൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു രൂപം സംഭവിക്കുന്നതും ആ സമയത്ത് തന്നെയാണ്. അപ്പം റിയലിസം പക്ഷേ ഈ ഘട്ടത്തിൽ ഒരുപാട് ഒരു വിമർശനങ്ങളെയും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. റിയലിസം എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള ലൈഫിനെ വെറുതെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അത് സോഷ്യലി ഒരു പരിവർത്തനത്തിന് കാരണമാകാൻ പറ്റില്ല എന്ന തരത്തിലൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങളും റിയലിസത്തിന് വരുന്നുണ്ട്. ഇത്തരം ചർച്ചകൾ പിന്നീട് എന്താ പറയുക, സോഷ്യൽ റിയലിസം, മാജിക്കൽ റിയലിസം ഒക്കെ പോലുള്ള പുതിയ തലങ്ങളിലേക്ക് റിയലിസത്തെ പരിവർത്തനം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ റിയലിസം നാടകത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്താണ് ലോകത്ത് സിനിമ ഇങ്ങനെ ആരംഭിക്കുന്നത്. 1895 ഈ ലൂമിയർ ബ്രദേഴ്സ് അവരുടെ ആദ്യത്തെ സിനിമ പ്രസന്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ അവര് ഷോട്ടുകൾ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവര് ഷൂട്ട് ചെയ്യാനൊക്കെ അവരെ ഈ റിയലിസം കാര്യമായിട്ട് സ്വാധീനിച്ചിരുന്നു. അവര് ഭയങ്കര സാധാരണമായിട്ടുള്ള മൊമെന്റുകൾ കവർ ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. ട്രെയിനിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നത് ഷൂട്ട് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ വർക്കേഴ്സ് ലിവിങ് ദ ലൂമിയർ ഫാക്ടറി എന്ന് പറയുന്ന ആദ്യ സ്ട്രക്ചേർഡ് സിനിമയിൽ പോലും അവർ അങ്ങനെ ഒരു സാധാരണ ആളുകളുടെ ജീവിതവും പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പം സിനിമയുടെ ഏറ്റവും ആദ്യത്തെ ഫോമിൽ തന്നെ റിയലിസം അങ്ങനെ ശക്തമായിട്ട് ഇടപെട്ടിരുന്നു. പിന്നീട് നമ്മളൊരു 1940-കളിൽ അല്ലെങ്കിൽ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഇറ്റലിയിൽ നിന്ന് നിയോ റിയലിസം എന്ന് പറയുന്ന ആശയം വരുന്നു. അതോടുകൂടി ഷൂട്ടിംഗ് ഒക്കെ ഇങ്ങനെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു. അതുവരെ അങ്ങനെ ആയിരുന്നില്ല ഷൂട്ട് ചെയ്തിരുന്ന മാതൃകകൾ. അവരിങ്ങനെ ഭയങ്കര ആളുകളുടെ ഇടയിൽ സാധാരണ സ്ഥലങ്ങളിൽ, തെരുവുകളിലൊക്കെ ഷൂട്ടിംഗ് പ്രാവർത്തികമാക്കാൻ തുടങ്ങുന്നു. അപ്പം ഇപ്പം ബൈസൈക്കിൾ തീവ്സ് ഒക്കെ പോലുള്ള സിനിമകൾ ആ സമയത്ത് ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ റിയലിസത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള സ്റ്റെപ്പ് തന്നെയായിരുന്നു. അപ്പം ഇതിങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഇപ്പം 1986 തന്നെ 85 അവര് അവിടെ ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ 1986 തന്നെ ബോംബെയിൽ ലൂമിയർ ബ്രദേഴ്സിന്റെ ഷോർട്ട് ഫിലിം പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഷോർട്ട് ഫിലിമുകൾ കണ്ടവർ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു. അപ്പൊ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഒരു മൂവ്മെന്റിന് ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും 1913 ഈ ദാദാ ഫാൽക്കെ സംവിധാനം ചെയ്ത രാജാ ഹരിശ്ചന്ദ്ര 1913 നമുക്ക് സാധ്യമാകുന്നത്. 1913 ആദ്യത്തെ ഇന്ത്യൻ സിനിമ ഉണ്ടാകുന്നു. അപ്പോഴ് പ്രധാനമായിട്ടും നമ്മുടെ ഒരു പ്രമേയമായിട്ട് എടുത്തിരുന്നത് അധികവും നമ്മുടെ ഇവിടുത്തെ മതപരമായിട്ടുള്ള കോൺസെപ്റ്റുകളും അല്ലെങ്കിൽ വിത്തുകളെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഐഡിയകൾ തന്നെയാണ് പിക്ക് ചെയ്തിരുന്നത്. ഒട്ടും സാധാരണക്കാരുടെ ഇടയിലേക്ക് സത്യത്തിൽ സിനിമ എത്തിയിരുന്നില്ല ആ സമയത്ത്, അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങൾ സിനിമയുടെ ഭാഗമായിരുന്നില്ല. ഒരു 40കളുടെ മധ്യത്തിലൊക്കെയാണ് ഇന്ത്യൻ സിനിമയിൽ 1940കളൊക്കെ ആയപ്പോഴത്തേക്ക് റിയലിസം പതുക്കെ പ്രകടമായി തുടങ്ങി. 1946 ഇറങ്ങിയ ചേതൻ ആനന്ദിന്റെ നീചനഗർ എന്ന് പറയുന്ന സിനിമയാണ് കൂടുതൽ പേരും ഒരു ആദ്യത്തെ ഇന്ത്യൻ റിയലിസ്റ്റിക് സിനിമയായിട്ട് പറയപ്പെടുന്നത്, അതിന്റെ ഒരു ആദ്യ ഫോമായിട്ട് പറയപ്പെടുന്നത്. പിന്നീട് ഒരു സത്യജിത്രയുടെ പതേർ പാഞ്ചാലിയൊക്കെ 1955 റിലീസാകുമ്പോൾ അതിന് അടുത്തൊരു തലം കിട്ടുന്നു. കുറച്ചും കൂടെ ഭയങ്കര ആക്ടിങ്ങിലൊക്കെ പുതിയ ഒരു രീതി റിയലിസത്തിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആ ടൈമിലാണ്. പിന്നീട് അങ്ങോട്ട് പിന്നെ ഇന്ത്യൻ സിനിമയിൽ പിന്നീട് കാര്യമായ മാറ്റം വരുന്നത് 1970കളിൽ ഈ സമാന്തര സിനിമ അല്ലെങ്കിൽ പാരലൽ സിനിമ എന്നുള്ള ഒരു മൂവ്മെന്റ് ശക്തമാകുന്നു ഇന്ത്യയിലുടനീളം. അപ്പൊ ആ സമയത്ത് അന്ന് ആക്റ്റീവായിട്ടുള്ള അരവിന്ദൻ, മണി കൗള്, ഗിരീഷ് കാസരവള്ളി, മൃണാൾ സെൻ അങ്ങനെയൊക്കെയുള്ള ഫിലിം മേക്കേഴ്സ് അവരുടെ സിനിമകൾ ശക്തമായിട്ട് ഇന്ത്യൻ സിനിമയെ സ്വാധീനിച്ചു വരികയും ആ ഒരു കാലഘട്ടം 1960കളുടെ അവസാനത്തിൽ തുടങ്ങി 70കളിലൊക്കെ ഉണ്ടായിരുന്ന
ആ ഒരു കാലഘട്ടം റിയലിസത്തെ ഭയങ്കരമായിട്ട് വളർത്തുകയും ഈ സമാന്തര സിനിമാ സംവിധാനങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഫിലിം മേക്കേഴ്സും റിയലിസത്തെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അത് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ റിയലിസം വളർത്തുന്നതിലൊക്കെ ഭയങ്കര ശക്തമായിട്ടുള്ള സ്വാധീനം ഉണ്ടാക്കി. മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിൽ ഒരു 1928 ഷൂട്ടൊക്കെ തുടങ്ങി 1930 റിലീസ് ചെയ്യുന്നു. ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്നു വിഗതകുമാരൻ. JC റാനിയർ സംവിധാനം ചെയ്ത ഈ വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമ ആദ്യ മലയാള സിനിമ തന്നെ ഒരു സാമൂഹിക വിഷയമാണ് എടുത്തിരുന്നത് ഏറെ പ്രസക്തമാണ്. നമുക്ക് മലയാളത്തിലുണ്ടായ ആദ്യത്തെ സിനിമ തന്നെ അങ്ങനെ ഒരു സാധാരണ ആളുടെ ജീവിതത്തെ അല്ലെങ്കിൽ അതിന്റെ പ്ലോട്ട് പറയാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ ആദ്യത്തെ സിനിമ തന്നെ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് 93 മാർത്താണ്ഡവർമ്മ ഉണ്ടാകുന്നുണ്ട്. പിന്നെ 1938 ബാലൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നു. അങ്ങനെ 1950 ആകുമ്പോഴത്തേക്കും ഈ 30 തുടങ്ങി ഏകദേശം 20 വർഷം കൊണ്ട് 5-6 സിനിമയാണ് മലയാളത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നത്. 50കൾക്ക് ശേഷമാണ് ശരിക്കും മലയാള സിനിമയിൽ റിയലിസം കുറച്ചും കൂടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നു വരുന്നതും പ്രകടമായിട്ടുള്ള റിയലിസം ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത് 1950കൾക്ക് ശേഷമാണ്. 1954 ആകുമ്പോഴത്തേക്കും ന്യൂസ് പേപ്പർ ബോയ് പോലുള്ള സിനിമകളൊക്കെ വരുന്നു. ന്യൂസ് പേപ്പർ ബോയ് ഭയങ്കര മാറ്റം ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അത് ഈ പറഞ്ഞ നിയോ റിയലിസത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ടായ ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനെ ന്യൂസ് പേപ്പർ ബോയ് വരുന്നു. സാധാരണ സ്ഥലങ്ങളിൽ വിടുന്നത് കൊമേഴ്ഷ്യൽ അത്ര വിജയമായിരുന്നില്ലെങ്കിലും ന്യൂസ് പേപ്പർ ബോയ് ഒരു പരിധിവരെ മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് സിനിമയായിട്ട് പറയപ്പെടുന്നത് ന്യൂസ് പേപ്പർ ബോയ് ആണ്. പിന്നീട് നീലക്കുയിൽ വരുന്നു. നീലക്കുയിൽ അതിനു മുമ്പാണ്. ശരി, 54 നീലക്കുയിൽ വരുന്നു. 55 ന്യൂസ് പേപ്പർ ബോയ് വരുന്നത്. അപ്പം ഇതൊക്കെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സമീപനങ്ങളിലെ മലയാളത്തിലെ ഭയങ്കര ഉദാഹരണങ്ങളായിട്ട് പറയാം. പിന്നീട് ഈ പറഞ്ഞ പോലെ 1960കളുടെ അവസാനത്തോടുകൂടി കേരളത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സമാന്തര സിനിമ പാരലൽ ഫിലിം എന്നുള്ള ഒരു മൂവ്മെന്റ് ശക്തമായിട്ട് വരുന്നു. അത് മലയാളത്തില് ഇങ്ങനെ ഓളവും തീരവും, സ്വയംവരം, പത്മവ്യൂഹം പോലുള്ള സിനിമകളൊക്കെ മലയാളത്തിൽ റിലീസാകുന്നത് അത് ഒരു അടുത്ത ഘട്ടമായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പം ഈ PA ബക്കർ, അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, KG ജോർജ് അങ്ങനെയുള്ളവരുടെ സിനിമകൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. അത് സിനിമേനെ മലയാള ഇൻഡസ്ട്രിയെ തന്നെ അത്ര കാര്യമായിട്ട് തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അതിന് തൊട്ടുപുറകെ, കാരണം 1980കളോടുകൂടി മലയാള സിനിമയിൽ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയിലേക്ക് ഈ റിയലിസം കടന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വിട്ടത് ഒരു മുഖ്യധാര സിനിമകളിലേക്ക് ഭരതന്റെയും പത്മരാജന്റെയും സത്യനന്ദിക്കാടിന്റെയും സിബി മലയിലേക്ക് സിനിമകളിലേക്ക് നമുക്ക് ഗ്രാജുവലി കാണാം. ഇങ്ങനെ പതുക്കെ ഈ റിയലിസം കടന്നു വരുന്നു. അതിൽ നിന്നുള്ള ഒരു വളർച്ചയാണ് ഈ 2025 നമ്മൾ നിൽക്കുമ്പോൾ റിയലിസത്തിലേക്ക് ഉള്ള സിനിമയുടെ സ്റ്റെപ്പ് എന്ന് പറയാവുന്നത്. കാരണം കൊമേഴ്ഷ്യൽ സിനിമയിൽ ബാക്കി പല ഇൻഡസ്ട്രികളെ അപേക്ഷിച്ച് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ മുഖ്യധാരാ സിനിമയെ പരിപോഷിപ്പിച്ചു, അല്ലെങ്കിൽ അതിൽ ശക്തമായിട്ടുള്ള പങ്ക് വഹിച്ചു എന്ന് പറയുന്നത് മലയാള സിനിമയുടെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് നോക്കിക്കാണാം. ഇതൊക്കെ ഞാൻ ബേസിക്കലി ഒരു റിയലിസം നമ്മുടെ അടുത്തേക്ക് വന്ന ഒരു വഴിയെ കുറിച്ച് വെറുതെ ഒന്ന് പറഞ്ഞു പോയതാണ്. ഇനി നമുക്ക് ഈ റിയലിസം എങ്ങനെയാണ് സാധ്യമാക്കുക എന്ന, മലയാള സിനിമയിലെ റിയലിസം അല്ലെങ്കിൽ മലയാള സിനിമയിൽ എങ്ങനെയാണ് റിയലിസം ഈ കാലഘട്ടത്തിൽ സാധ്യമാക്കുന്നത് എന്നുള്ള ഏരിയയിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പൊ എന്താണ് റിയലിസം? റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏച്ചുകെട്ടുകളോ കൃത്രിമത്തോ അല്ലെങ്കിൽ അങ്ങനെ അതിഭാവത്വം ഒന്നും ഇല്ലാതെ നമുക്ക് യഥാർത്ഥ സംഭവങ്ങളെ, യാഥാർത്ഥ്യത്തെ അതേപോലെ തന്നെ നമ്മൾ സാഹിത്യത്തിലോ ആർട്ടിലോ ഒക്കെ ഉപയോഗിക്കുന്നതിനെയാണ് റിയലിസം എന്ന് പറയുക. ഈ റിയലിസത്തെ മനസ്സിലാക്കാൻ നമുക്കൊരു സിനിമയിലേക്ക് വരുമ്പോൾ ഒരു 3 ആയിട്ട് നമുക്കതിനെ ഒന്ന് തരംതിരിച്ച് പരിശോധിക്കാം. ഒന്ന്, സിനിമയുടെ സാഹിത്യ രൂപമായിട്ടുള്ള എഴുത്തില്. 2, അതിന്റെ അവതരണത്തില്. 3, അഭിനയ പ്രകടനത്തിൽ. പിന്നെ 3 ആയിട്ട് നമ്മൾ തരംതിരിച്ചൊന്ന് പരിശോധിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ക്ലാരിറ്റി കിട്ടുമെന്ന് തോന്നണം. ഇപ്പം എഴുത്തിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ മലയാള സിനിമ തുടക്കം തൊട്ട് സാഹിത്യവുമായിട്ട് ഇങ്ങനെ അടുത്ത് ബന്ധപ്പെട്ടാണ് നിന്നിരുന്നത്. സാഹിത്യകൃതികളിൽ നിന്ന് ഒരുപാട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. തകഴിയുടെയും MDയുടെയും ഒക്കെ സിനിമകൾ
ആണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ആകുന്നു. അപ്പൊ എഴുത്തിലുണ്ടായിരുന്ന റിയലിസം പെട്ടെന്ന് തന്നെ മലയാള സിനിമയുടെ ലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ എഴുത്തിന്റെ സ്വാധീനം ആണ് ഒരു പരിധി വരെ നമുക്ക് എടുത്തു പറയേണ്ടി വരും ഈ മലയാള സിനിമയുടെ റിയലിസത്തിൽ ഇത്രയും, അല്ലെങ്കിൽ മലയാള സിനിമ ഇത്രയധികം റിയലിസത്തിലേക്ക് എത്താൻ കാരണമായിട്ടുള്ളത് ഈ എഴുത്തിന്റെ അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ സ്വാധീനം തന്നെയാണ്. സാഹിത്യ കൃതികൾ ഒരുപാട് സിനിമയാക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിന് ഒരുപാട് സ്വീകാര്യത ഉണ്ടായി, അതിന് ഒരുപാട് പോപ്പുലർ ഓഡിയൻസ് അല്ലെങ്കിൽ മുഖ്യധാര സിനിമയിൽ അത്തരം സിനിമകൾ വൻ വിജയമായി എന്നൊക്കെ ഉള്ളത് പ്രധാന ഫാക്ടർ തന്നെയാണ്. ഇപ്പൊ നമുക്കിപ്പോൾ അറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോഴും മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ നോക്കി കഴിഞ്ഞാൽ ഫാമിലി ഡ്രാമ എന്ന് പറയുന്ന ജോണർ ആയിരിക്കും കൊമേഴ്ഷ്യലി, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു മുഖ്യധാര സിനിമകളിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് ഇവിടെ റൺ ചെയ്യുന്ന ഫാമിലി ഡ്രാമ എന്നൊക്കെ പറയുന്ന റിയലിസ്റ്റിക് സെക്ടറിലുള്ള സിനിമ തന്നെയാണ്. അതൊരു ഇൻഡസ്ട്രിയിലെ മേജറായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് റിയലിസം എത്രമാത്രം മലയാള സിനിമയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് തന്നെ നമുക്ക് കാണാം. ഇപ്പം റിയലിസം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ എൻ്റെ സിനിമകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ എഴുത്ത് എന്ന് പറയുന്ന ആദ്യ ഘട്ടം, അതിൽ ഈ റിയലിസം എങ്ങനെ സാധ്യമാകാം എന്നുള്ളതാണ്. സാധാരണക്കാരൻ്റെ ജീവിതം അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങൾ, കഥകൾ, ഇതൊക്കെ പ്ലോട്ടായിട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് ആദ്യ പടിയിൽ ചെയ്ത കാര്യം. ഇപ്പം ഞാൻ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ ആലപ്പുഴയിൽ നടന്ന ഒരു സംഭവമാണ് ബേസിക് ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ആലപ്പുഴയിൽ നടന്നിട്ടുള്ള ഒരാളെ തല്ലിയതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ സ്ക്രീൻ പ്ലേക്ക് അടിസ്ഥാനമായിട്ടുള്ള പ്ലോട്ട് പോയിന്റ് പിക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ്. പിന്നെ അതിന്റെ ഒരു തിരക്കഥയുടെ എല്ലാ ഘട്ടങ്ങളിലും, തിരക്കഥയുടെ എഴുത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് ആ റിയലിസം സാധ്യമാകാൻ വേണ്ടിയിട്ട് അതിന്റെ ഈ പൊതുവെ സിനിമയിൽ നിന്നുള്ള റെഫറൻസുകളെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ നിന്നുള്ള റെഫറൻസുകൾ എടുക്കാനാണ് ശ്രമിച്ചത്. ഇപ്പം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബേസിക് പ്ലോട്ടിലേക്ക് നമ്മൾ സീനുകൾ ആഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ഓരോ സീനുകളും ഭയങ്കരമായിട്ട്, ഇപ്പം നമുക്കൊരു സീൻ വേണമെന്ന് പറയുമ്പോൾ നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു സീൻ എഴുതണം. പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഒരു സീൻ വന്നു, നമുക്ക് കഥാപാത്രം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പം ആ സമയത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലീസ് സ്റ്റേഷൻ, സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലീസുകാർ, ഇവരെപ്പോഴും നമ്മളിലേക്ക് വരും. ഇപ്പം റിയലിസം എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാം. അങ്ങനെ നമ്മൾ അടുത്തൊരു സെഗ്മെന്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പം ഇത്തരം കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ, ഇത്തരം രംഗങ്ങളാണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ എഴുത്തിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നു. ഇതിനെ ബോധപൂർവം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് റിയലിസം സാധ്യമാകാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് പോയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ, നമ്മൾ കണ്ടിട്ടുള്ള ഒരു പോലീസുകാരൻ, ഇത് പക്ഷെ നമ്മൾ അതുവരെയുള്ള സിനിമയിൽ കണ്ടിട്ടുള്ള ആ കഥാപാത്രവുമായിട്ടോ ആ സാഹചര്യങ്ങളുമായിട്ടോ കുറച്ചും കൂടെ വ്യത്യസ്തമാണെന്ന് തന്നെ നമുക്ക് പറയാം. നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെല്ലുമ്പം ഉള്ളൊരു അനുഭവം ഞാൻ ആ സിനിമ ചെയ്യുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സിനിമകളിൽ നിന്ന് നമ്മൾ കാണുന്ന പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് ഒത്തിരി വ്യത്യസ്തത അത് തന്നെ. അപ്പൊ ആ റിയലിസത്തെ, ആ യാഥാർത്ഥ്യത്തെ സിനിമയിലേക്ക് കൊണ്ടുവരിക, ആ യാഥാർത്ഥ്യത്തെ സീനുകളിൽ ഉൾപ്പെടുത്താനാണ് എഴുത്തിന്റെ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിരുന്ന ഒരു കാര്യം. അപ്പം ഇനിയിപ്പോൾ അതിലേക്ക് പറഞ്ഞു വരുമ്പം ഇപ്പം ഈ ഞാൻ ഒരു സിനിമ ചെയ്യുന്ന സമയത്തേക്ക് വന്നപ്പം റിയലിസം, ഇവിടുത്തെ പ്രേക്ഷകരൊക്കെ റിയലിസമായിട്ട് അത്ര അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. റിയലിസ്റ്റിക് അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാനൊക്കെ ഭയങ്കര പാടുണ്ട്. അപ്പൊ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കഥ പറയുമ്പം കുറച്ച് എന്താ പറയാ, ഇപ്പം മഹേഷിൽ തന്നെ പ്ലോട്ട് പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഇതേപോലെ ഒരാളെ ചവിട്ടി അല്ലെങ്കിൽ തല്ലി, അപ്പം അയാളെ തിരിച്ചിടാതെ ഞാൻ ചെരുപ്പിടില്ല എന്ന് പറയുന്ന ഒരു മൊമെന്റ് പറയപ്പെടുമ്പോൾ അതിൽ ഒരു അതിശയോക്തിയുടെ എലമെന്റ് ഉണ്ട്. ആ എലമെന്റ് തന്നെയാണ് അതിന്റെ കൊമേഴ്ഷ്യൽ പോയിന്റ് എന്നും പറയാം. അതിനെ എന്റർടൈനിങ് ആക്കുന്നത്, അതിനെ ആളുകളുടെ ആസ്വാദനത്തിന്റെ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിൽ ആ പോയിന്റ് ഭയങ്കര ഘടകമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്തൊരു കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഒരാൾ തല്ലി കിട്ടി, അപ്പം ഇയാൾ തിരിച്ചു വരുന്നത് വരെ ഇയാൾ ചെരുപ്പിടാതെ നിൽക്കുകയാണ്.
ഈ പോയിന്റിനെ റിയലിസ്റ്റിക് ആണെന്ന് ബോധ്യപ്പെടുത്തുക, ഇത് ഉള്ളതാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബാക്കി അതിലെ എഴുത്തിനെ മുഴുവൻ നമ്മൾ അതിലേക്ക് വളച്ചൊടിക്കാൻ നോക്കുകയാണ്. അത് ഉറപ്പാണെന്ന് അതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് ചോദിച്ചാൽ ആ മൊമെന്റിനെ, ആ സീനിനെ ഏറ്റവും ഡീറ്റെയിൽ ആക്കിക്കൊണ്ടാണ് നമുക്കത് സാധ്യമാകുന്നത്. അതിന്റെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള മൈന്യൂട്ട് പോയിന്റിലേക്ക് എത്തുക, ആ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയുടെ ഏറ്റവും ആഴത്തിലേക്ക് കടന്നു ചെല്ലുക. അങ്ങനെ നമ്മൾ അയാളുടെ പെർഫോമൻസിനെ ആയാലും ആ ക്യാരക്ടറിന്റെ എഴുത്തിനെ ആയാലും ഒക്കെ ഏറ്റവും ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് ഈ പോയിന്റിനെ റിയലിസ്റ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് അങ്ങനത്തെ പ്ലോട്ട് പോയിന്റ് ചൂസ് ചെയ്തപ്പോഴും ഒക്കെ ശ്രമിച്ചിട്ടുള്ള 1-2 പോയിന്റുകൾ. അപ്പൊ അങ്ങനെ ഈ കഥാപാത്രങ്ങളുടെ ഡീറ്റെയിൽ എന്ന് പറയുന്നുണ്ടല്ലോ, കഥാപാത്രങ്ങളെ ഭയങ്കര ആഴത്തിൽ പഠിക്കുക, ആഴത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുക സിനിമയിൽ എന്നുള്ളത് റിയലിസത്തിന്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിട്ട് തോന്നാറുണ്ട്. ആ ക്യാരക്ടറിനെ നമുക്ക് പെരിഫറൽ ആയിട്ടൊരു ക്യാരക്ടറിനെ പറഞ്ഞു പോകുമ്പോൾ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പുറമെ പറഞ്ഞു പോകുന്നതിനേക്കാളും ആ ക്യാരക്ടറിലേക്ക് ആഴത്തിൽ ഇങ്ങനെ ചെല്ലുമ്പം വിശ്വാസ്യത നമുക്കിങ്ങനെ കൂടിക്കൂടി വരും. അയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഓരോ മൊമെന്റുകൾ, അത് അയാൾ പ്രകടമാക്കുന്നത്, ഇത് തമ്മിലൊക്കെ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുന്നത് കാണിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇത് യാഥാർത്ഥ്യമാണെന്ന് തോന്നാനും, അത് ഈ പറഞ്ഞ പോലെ നമ്മളിൽ കുറച്ചും കൂടെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാനും നമ്മളൊരു കഥാർസിസ് രൂപപ്പെടാനൊക്കെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഒരിക്കലും ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ റാഫി മെക്കാട്ടിൽ, റാഫി എന്ന് പറയുന്ന ഡയറക്ടർ ഒരിക്കലും പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറയാണ്, ഇപ്പം റിയലിസം സാധ്യമാകുന്നതിന്റെ ചില പോയിന്റുകളെ കുറിച്ച് പറയുമ്പോൾ, അപ്പം ഇവര് പലപ്പോഴും കഥകൾ എഴുതിയപ്പം കുറച്ച് തള്ളു കഥകളാണ്. അപ്പം അവരുടെ കഥാപാത്രങ്ങളെയും അവരുടെ ക്യാരക്ടേഴ്സ് കുറച്ച് ലൗഡാണ്. അപ്പം മലയാള സിനിമയിൽ അത്ര റിയലിസ്റ്റിക് സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പം അവിടെ ഈ കഥകൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി അവർ എപ്പോഴും ഉപയോഗിച്ചിരുന്ന തന്ത്രങ്ങളിൽ അവർ പറയാറുണ്ട്, അവരുടെ കഥ നടക്കുന്ന കഥാപരിസരം ഒരു കേരള തമിഴ്നാട് ബോർഡറിലേക്ക് പ്ലേസ് ചെയ്തു. അപ്പൊ അത് കുറച്ചും കൂടെ ഈ കഥ അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ കൾച്ചറിൽ കുറച്ച് വിട്ട് കഴിയുമ്പം അത് ഒരു തമിഴ്നാട് കേരള ബോർഡറിലേക്കൊക്കെ പ്ലേസ് ചെയ്യുമ്പം അവിടെ അങ്ങനെ നടക്കാം, അവിടെ കുറച്ചും കൂടെ ലൗഡായിട്ടുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവാം എന്നുള്ള ഒരു ബോധ്യം കാണിയിൽ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇത് റിയലിസത്തിന്റെ വേറൊരു വഴിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കാഴ്ച നമുക്ക് തോന്നിപ്പിക്കുന്നത്, ഇപ്പം റിയലിസത്തിലേക്ക് നമ്മൾ ഇങ്ങനെ സിനിമകൾ കണ്ടിട്ട്, ഇപ്പം നമുക്ക് പരിചയമില്ലാത്ത തമിഴ്നാടിനെ അവിടുത്തെ സിനിമകൾ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് നമുക്ക് തരുന്ന ഒരു ബോധ്യവും ഒരു അവസ്ഥയുണ്ട്. അതും നമ്മുടെ കാഴ്ചയിൽ റിയലിസം പോലെ തന്നെ സ്വാധീനിക്കുന്നുണ്ട് ഒരു തരത്തിൽ. ഇനിയിപ്പോ നമ്മളിപ്പം ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ എഴുത്തിലുണ്ടാകുന്ന ഈ റിയലിസം അല്ലെങ്കിൽ അതിന്റെ വീക്ക് പോയിന്റുകളെ എങ്ങനെ കവറപ്പ് ചെയ്യാന്നുള്ളതാണ് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ അത് അവതരിപ്പിക്കപ്പെടുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കുന്ന പോയിന്റുകൾ. അത് അതിന്റെ എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫിലിം മേക്കർ എന്ന ആംഗിളിൽ ഒരു അവതരണത്തെ സമീപിക്കുമ്പം അതിൽ എഴുത്തും അഭിനയം ഒക്കെ ആ ഫിലിം മേക്കിങ്ങിന്റെ ഓവറോൾ ഇതിൽ നിന്ന് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനാണ് ഞാനിത് ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ച് പറയുന്നത്. അപ്പൊ അവതരണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സിനിമ പ്രസന്റ് ചെയ്യുന്നതിന്റെ എല്ലാ ഘട്ടത്തിലും ഇത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അതിപ്പോ നമ്മൾ നോക്കുന്ന, നമ്മളിപ്പോ ഒരു കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലായാലും